വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒന്നാമത് ഇന്നലെ ആയിരുന്നു നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ സമാപനം. ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നല്ലോ. ഏതായാലും ഒരു മാസം നീണ്ടുനിന്ന ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇന്നലെ 31-ാം തീയതി ഓഗസ്റ്റ് 31 അർദ്ധരാത്രി അത് അവസാനിപ്പിച്ചു. 36,08,11,688 കോടി രൂപയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഈ ക്രൗഡ് ഫണ്ടിലൂടെ ലഭിച്ചതിന് പുറമെ 36,08,11,688 ഇതിന് പുറമെ സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളുണ്ട്. വീടുകൾക്ക് വേണ്ടി അത് 22 വീടുകൾക്ക് 15 ലക്ഷം രൂപ കണക്കാക്കി 3,30,00,000 രൂപ ഇതിന് പുറമെ കിട്ടിയിട്ടുണ്ട്. ഈ 36 കോടിക്ക് പുറമെ 3 കോടി, അപ്പോൾ ഏതാണ്ട് 39 കോടിയിലേറെ രൂപ വയനാട്ടിലെ ആ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം 2 ഏക്കർ 31 സെൻറ്റ് സ്ഥലവും പലരും അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. 2 ഏക്കർ 31 സെൻറ്റ് സ്ഥലം. ഇതുവരെ ചിലപ്പോൾ കിട്ടിയ ആ ഫണ്ടിൽ നിന്നും 1,40,68,860 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. അത് ഒരു അടിയന്തര സഹായം എന്നുള്ള നിലക്ക് നൽകിയതാണല്ലോ. കഴിഞ്ഞ തവണ അത് പറഞ്ഞിരുന്നു. ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കിലുള്ള 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അടിയന്തര സഹായം ചെയ്തു കൊടുത്തു. 57 വ്യാപാരികൾക്ക് 500,000 രൂപ വീതമുള്ള സഹായം ചെയ്തു കൊടുത്തു. വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് 4 പേർക്ക് ആയിട്ട് 4 ജീപ്പുകൾ, 3 പേർക്ക് 3 ഓട്ടോറിക്ഷകളും 2 സ്കൂട്ടറുകളും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് പുറമെയാണ്. പിന്നെ കളക്ഷൻ സെൻറ്ററിൽ മുഖേന കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇതിന് പുറമെയാണ്. അത് അതാത് സമയത്ത് ഭക്ഷണമായിട്ട്, വിഭവങ്ങളായിട്ട്, വസ്ത്രങ്ങളായിട്ട്, അത്യാവശ്യ ഒരു വീട്ടിലും ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിലാവശ്യമായിട്ടുള്ള സംഗതികളുണ്ടാവില്ല. അതൊക്കെ തന്നെ അപ്പോഴപ്പോൾ ഞങ്ങൾ കളക്ഷൻ സെൻറ്ററിൽ വരുന്നതിനനുസരിച്ച് അവയും വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, KMCCയുടെ സഹായത്തോടെ 48 പേർക്ക് വിദേശത്ത് ജോലിക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുക. 48 പേരെയാണ് ഈ ദുരിതബാധിത പ്രദേശത്തുള്ള 48 പേർക്കുള്ള വിദേശ ജോലി അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവർക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 100 കുടുംബങ്ങൾക്ക് 8 സെൻറ്റിൽ കുറയാത്ത സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ് വീടും. ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. 100 കുടുംബങ്ങൾക്ക് 8 സെൻറ്റിൽ കുറയാത്ത സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടും വെച്ച് കൊടുക്കും. അതിന് പുറമെ ലീഗൽ സെല്ല്, വിദ്യാഭ്യാസ പദ്ധതികൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തപ്പെടുന്നുണ്ട്. ഇതാണ് വയനാട്ടിലെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം വിലങ്ങാടും, നാദാപുരത്തിനടുത്ത് വിലങ്ങാട്ടും വയനാട്ടെ ആ സമയത്ത് തന്നെ ഉരുൾപൊട്ടലുണ്ടായി. ആളപായം കുറവായിരുന്നു. ഒരാളാണ് അവിടെ മരിച്ചത്. പക്ഷേ ഭൂമിയും സ്വത്തുവകകളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഞങ്ങൾ സഹായം എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവനഷ്ടമായ മാത്യു മാഷ്, അദ്ദേഹമാണ് അവിടെ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മറ്റും വളരെയേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. നിർഭാഗ്യവശാൽ അദ്ദേഹവും പിന്നെ ആ ഒഴുക്കിൽപ്പെട്ട് മരണം വരിക്കാനുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ അടിയന്തര സഹായം എന്നുള്ള നിലക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു 34ഓളം പേരുണ്ട്.
വീട് പൂർണ്ണമായി നശിച്ചവരും ഭാഗികമായി നശിച്ചവരുമല്ല അവർക്ക് ആയിട്ട് ആ 34ഓളം പേർക്ക് 15,000 രൂപ വീതം ആശ്വാസധനമായിട്ടും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. വയനാട്ടിൽ ചെയ്ത അതേ രീതിയിൽ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വിധേയരായിട്ടുള്ള കുടുംബങ്ങൾക്കും ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വിലങ്ങാട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുണ്ട്. അപ്പോൾ അത് പുറത്ത് ഗവൺമെൻറ് പദ്ധതിയുടെ പ്രഖ്യാപനവുമായി സഹകരിച്ചുകൊണ്ട് തന്നെ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് ടൗൺഷിപ്പാണോ നിർമ്മിക്കുക അല്ല വേറെ എങ്ങനെയാണ് പുനരധിവാസം എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണത് ലീഗ് സഹകരിക്കുക? ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് കുഞ്ഞാലി സാഹിബ് സംസാരിച്ചു. നാളെയും മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വയനാട്ടിലെ പുനരധിവാസം സംബന്ധിച്ച്. കാരണം ഭൂമി കൈമാറ്റം ഒരു പ്രധാന പ്രശ്നമാണ്. അവിടെ രേഖകളും മറ്റുമൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ സഹകരണം വേണ്ടി വരും. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായിട്ടുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള തീരുമാനം ഉണ്ടാവും.